എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഡേ 3 ഇംഗ്ലീഷ് PYQ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 1/2026 ആണ് കേട്ടോ. VFAയിലൊക്കെ 10 മാർക്കും അടിക്കണം. അതുപോലെ ബെവ്കോയില് എല്ലാം ഇതിലും എത്ര ക്വസ്റ്റ്യൻ ഉണ്ടോ ആ ക്വസ്റ്റ്യൻ ഫുള്ള് മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, സ്കോർ ചെയ്തിരിക്കണം കേട്ടോ. ആ രീതിയിൽ ലളിതമായ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന തനതായിട്ടുള്ള ഒരു ലാംഗ്വേജ് തന്നെയാണ് ഇംഗ്ലീഷിന്റെ വിശദീകരണം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലാസ് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഇഷ്ടം പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇട്ടിരിക്കുന്ന മുഴുവൻ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ 100% ഗ്യാരണ്ടി പറയുന്നു, നിങ്ങൾ 10 മാർക്ക് അടിക്കുന്നുള്ളത് ഉറപ്പായ കാര്യം തന്നെയാണ്. കാരണം അത്ര ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പരമാവധി പ്രയോജനപ്പെടുത്തുക. ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ് ചോദ്യം എന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ പാസേജിൽ ടു മേക്ക് എ സർപ്രൈസ് അറ്റാക്ക് എന്നൊരു വാക്കുണ്ട്. ഇതാണ് ടു മേക്ക് എ സർപ്രൈസ് അറ്റാക്ക്. അതിന്റെ ടു മേക്ക് എ സർപ്രൈസ് അറ്റാക്ക് കണ്ടോ. അപ്പൊ ഈ അർത്ഥമുള്ള വാക്ക് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ പാസേജില്. അപ്പൊ ഈ ടു മേക്ക് എ സർപ്രൈസ് അറ്റാക്ക് എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ട് ആക്രമിക്കുക. അപ്രതീക്ഷിതമായി, ഇപ്പൊ പെട്ടെന്നൊരു യാദൃച്ഛികമായിട്ട് വന്നിട്ട് ഒരു ആക്രമണം നടക്കുക എന്ന് പറയാറില്ലേ, അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമിക്കുക എന്ന അർത്ഥത്തിൽ വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ആംബിഷ്ഡ് ആണ് കേട്ടോ. എന്താണ് ആംബിഷ്ഡ്? സി, ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പൊ അതില് ഈ റിട്രീറ്റഡ് പറഞ്ഞ എന്താ അർത്ഥം? റിട്രീറ്റഡ് പിൻവാങ്ങുക കേട്ടോ. പിൻവാങ്ങി എന്ന് പറയാറില്ലേ, പിൻവാങ്ങി. ഇനി ഒബ്ലീവിയസ് എന്താ? ഒബ്ലിവിയസ് അറിവില്ലാത്ത. ഒബ്ലിവിയസ് എന്താണ്? അറിവില്ലാത്ത. ഇനി ആംബിഷ്ഡ് നമ്മൾ പറഞ്ഞു. ഇനി ഒബ്സ്ക്യൂർ എന്താണ്? ഒബ്സ്ക്യൂർ മീന് എന്താണ്? അസ്പഷ്ടമായ. ഓക്കെ, സ്പഷ്ടമല്ലാത്ത. ഓക്കെ, അങ്ങനെ സ്പഷ്ടമായ എന്ന് നമ്മൾ പറയാറില്ലേ, അങ്ങനെ അസ്പഷ്ടമായ എന്ന് ആണ് അർത്ഥം ഇതിന്റെ കേട്ടോ. അപ്പൊ ഓപ്ഷൻ ഏതാണ്? സി ആണ്. പഠിച്ചു വെക്കണം. ടു മേക്ക് എ സർപ്രൈസ് അറ്റാക്ക്. സർപ്രൈസ് അറ്റാക്ക് പറയുമ്പോൾ അപ്രതീക്ഷിതമായി ആക്രമിക്കുക. അപ്പൊ ആംബുഷ്ഡ് എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായ ആക്രമണം. ഫൈൻഡ് ദി ആന്റോണിയം ഓഫ് ദി വേർഡ് യേൺ. യേണിന്റെ ഓപ്പോസിറ്റ് എന്താണ്? യേൺ. യേൺ എന്ന വാക്കിന്റെ വിപരീത പദം. യേൺ എന്ന് പറഞ്ഞാൽ അതിയായി ആഗ്രഹിക്കുക. അതിയായി ആഗ്രഹിക്കുക അല്ലെ, അമിതമായിട്ടുള്ള ആഗ്രഹം എന്ന് പറയാറുണ്ടല്ലോ. അതിയായി ആഗ്രഹിക്കുക, അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അതിയായിട്ടുള്ള ആഗ്രഹം ഇല്ലാതിരിക്കുക അല്ലെ. എന്താണ് അപ്പോ? ക്രേവ് പറഞ്ഞാലും എന്താണ്? നല്ല ഭയങ്കര ക്രേവിംഗ് ആണെന്ന് പറയും അല്ലെ, ആഗ്രഹിക്കുക അല്ലേ. അതേപോലെ തന്നെ ലോങ് പറഞ്ഞെന്താ? ലോങ് പറയുമ്പോൾ നമ്മൾ പറയും ഒരുപാട് ലോങ് ആണ് എന്ന് പറയും അല്ലേ. അതല്ല, ലോങ് എന്ന് പറഞ്ഞാലും എന്താണ്? ആഗ്രഹിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ഡിസയർ എന്ന് പറഞ്ഞാലും ആഗ്രഹിക്കുക എന്നാണ്. എന്നാൽ ലോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുക്കുക. ലോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുക്കുക. അതിയായി ആഗ്രഹിക്കുക, ഓപ്പോസിറ്റ് വെറുക്കുക. പഠിച്ചു വെക്കണം. ഏണിന്റെ ഓപ്പോസിറ്റ് ലോത്ത് കേട്ടോ. ഏണിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ലോത്ത്. മനസ്സിലായല്ലോ. അടുത്തത് ഫൈൻഡ് ഔട്ട് ദി സിനോണിയം ഫോർ മൂവിംഗ് ബാക്ക്. മൂവിംഗ് ബാക്കിന്റെ സിനോണിയം മൂവിംഗ് ബാക്ക്. അതേ അർത്ഥം വരുന്നത് അല്ലേ. മൂവിംഗ് ബാക്ക് എന്താണ്? റിട്രീറ്റഡ് അല്ലേ. മൂവിംഗ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? റിട്രീറ്റഡ്, സെയിം മീനിങ് ആണ് അല്ലേ. പിൻവാങ്ങി എന്നാണ് അർത്ഥം കേട്ടോ. പിൻവാങ്ങി. ഓക്കെ, അപ്പൊ റിട്രീറ്റഡ് നമ്മളിവിടെ നേരത്തെ പറഞ്ഞൂല്ലേ, റിട്രീറ്റഡ് എന്ന് പറഞ്ഞാൽ പിൻവാങ്ങി. അപ്പൊ ഓപ്ഷൻ ഏതാണ്? റിട്രീറ്റഡ്, മൂവിംഗ് ബാക്ക്, പിൻവാങ്ങി അല്ലേ. അപ്പൊ മനസ്സിലായല്ലോ, ആൻസർ മനസ്സിലായല്ലോ അല്ലെ. ഇനി അടുത്തത് choose the option which gives the correct meaning of the phrases raining cats and dogs. നമ്മൾ പഠിച്ചാണ് ഇതൊക്കെ. പ്രീവിയസ് ആയിട്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത വ്യക്തികളാണ് അല്ലേ. നമ്മൾ 2023 ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ തീർത്തിട്ടുണ്ട്. 2024 ഫുൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ തീർത്ത് തന്നിട്ടുണ്ട്. ഇതപ്പോൾ നമ്മൾ 2025 തീർക്കാനായിട്ട് പോവുകയാണ്. 2025 കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒന്നും കൂടി നമ്മൾ വീണ്ടും 1 എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. 2025 ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യും കേട്ടോ. അപ്പൊ എന്താണ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്? നമ്മൾ പ്രീവിയസ് പഠിച്ചതാണ്. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് കേട്ടോ. റെയിനിങ് ഹെവിലി കേട്ടോ. റെയിനിങ് ഹെവിലി, വളരെ ശക്തമായ മഴ. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് പറഞ്ഞാൽ റെയിനിങ് ഹെവിലി, വളരെ ശക്തമായ മഴ. ഇനി അടുത്തത് to add insult to injury. To add insult to injury. എന്താണ്? ടു ആഡ് ഇൻസൾട്ട് ടു ഇൻജുറി. അതിന്റെ അർത്ഥം എന്താണ്? കഷ്ടത്തിലിരിക്കുന്നവനെ
കൂടുതൽ കഷ്ടപ്പെടുത്തുക അല്ലെ. ആകെ കഷ്ടത്തിലാണ് ഇരിക്കുന്നത്, അതിൽ കൂടെ വീണ്ടും കഷ്ടത്തിലാക്കുമ്പോഴോ, അപ്പൊ അങ്ങനെ കഷ്ടത്തിലിരിക്കുന്നവനെ കൂടുതൽ കഷ്ടപ്പെടുത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്, ടു ആഡ് ഇൻസൾട്ട് ടു ഇൻജറി. അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ഏത് വരും? ഇവിടെ ഓപ്ഷൻ സി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. ടു ഹ്യൂമിലേറ്റ് സംവൺ എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ശരിക്കും ആൻസർ എൻ്റെ ഒരു ഇതില് ഡി ആണ് വരേണ്ടത് കേട്ടോ. കൂടുതൽ അർത്ഥം വരേണ്ടത് ടു മേക്ക് എ സിറ്റുവേഷൻ വേഴ്സ് എന്നാണ് കേട്ടോ. എന്താണ്? ടു മേക്ക് എ സിറ്റുവേഷൻ വേഴ്സ്. ഇതാണ് കറക്റ്റ് ആയിട്ട് കൂടുതൽ കേട്ടോ. സാഹചര്യം കൂടുതൽ മോശമാക്കുക എന്ന അർത്ഥത്തിൽ കേട്ടോ. സാഹചര്യം കൂടുതൽ മോശമാക്കുക, ഇതാണ് കൂടുതൽ അർത്ഥം നമുക്ക് അതിനോട് വരുന്നത്. പക്ഷെ അവർ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്തത് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ ദാറ്റ് ബെസ്റ്റ് എക്സ്പ്രസസ് ദ മീനിങ് ഓഫ് ദി ഗിവൺ ഫ്രേസ്. ഇവിടെ ഫ്രേസൽ വെർബാണ് തന്നിരിക്കുന്നത്. ഐ തിങ്ക് യു ഡാഷ് മദർ, യു ഹാവ് ഗോട്ട് ദി സെയിം സ്മൈൽ. ഇവിടെ ഫ്രേസൽ വെർബ് ഏത് വരും? യു ഡാഷ് അല്ലെ. ഐ തിങ്ക് അല്ലെ. ഐ തിങ്ക് you take after അല്ലെ. ആൻസർ ഏതാണ്? ടേക്ക് ആഫ്റ്റർ. ടേക്ക് ആഫ്റ്റർ എന്താ? റിസംബിൾ അല്ലെ, സംരക്ഷിക്കുക അല്ലെ. ടേക്ക് ആഫ്റ്റർ റിസംബിൾ അല്ലെ. ഐ തിങ്ക് യു ടേക്ക് ആഫ്റ്റർ എന്താ മീനിങ്? റിസംബിൾ. ഐ തിങ്ക് യു റിസംബിൾ അല്ലെ. യു ടേക്ക് ആഫ്റ്റർ മദർ, യു ഹാവ് ഗോട്ട് ദി സെയിം സ്മൈൽ. അടുത്തത് I am going to dash eating red meat after all these reports. ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഇതില് സാധാരണ 10 ക്വസ്റ്റ്യൻ അല്ല, ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 68, 70, 80, 90, 40 ക്വസ്റ്റ്യനോളം ഇതിലുണ്ട് കേട്ടോ. കാരണം ഇത് സാധാരണ നോർമൽ പി എസ് സിയുടെ ഇതല്ല, വേറെ ഈ അടുത്ത് നടന്ന വേറൊരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിന്നാണ് കേട്ടോ. കാരണം ഇതിന്നൊക്കെ ആയിരിക്കും ഒരു നോർമൽ പി എസ് സിക്ക് അടുത്ത എക്സാമിൽ നിന്ന് ക്വസ്റ്റ്യൻ കൂടുതൽ ഇതുന്നായിട്ട് ഇടും. അപ്പൊ നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും കേട്ടോ. ഐ ആം ഗോയിങ് ടു ഡാഷ് ഈറ്റിംഗ് റെഡ് മീറ്റ് ആഫ്റ്റർ ഓൾ ദീസ് റിപ്പോർട്ട്സ്. ഇത് വരും ഓപ്ഷൻ സി ആണ് അല്ലേ. ഗിവ് അപ്പ് ആണ് അല്ലേ. ഗിവ് അപ്പ്. എന്താണ് ഗിവ് അപ്പ്? ഐ ആം ഗോയിങ് ടു ഗിവ് അപ്പ് ഈറ്റിംഗ് റെഡ് മീറ്റ്. അടുത്തത് കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പാരന്റ് ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ്? ബി ആണ് കേട്ടോ. APPARENT. അപ്പ. അപ്പാരന്റിന്റെ അപ്പ എന്ന് കൊടുക്കുക, എന്നിട്ട് റെന്റ് കേട്ടോ. അപ്പ റെന്റ് കേട്ടോ. ഇനി അടുത്തത് യൂസ് കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്സ്. നൺ ഓഫ് us knew it. നൺ ഓഫ് us knew it. ക്വസ്റ്റ്യൻ സെന്റൻസ് എന്താണ്? സെന്റൻസ് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ് അല്ലേ. അപ്പൊ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് ടാഗ് വരുമ്പോൾ നെഗറ്റീവ് ടാഗിനെയൊക്കെ ഒഴിവാക്കി വിടണം. അപ്പൊ ഇവിടെ നൺ ഓഫ് us ന്യൂ ആണ് അല്ലേ. ന്യൂ ആണ്. അപ്പൊ ഏതാണ് ആൻസർ വരിക? ഡിഡ് അല്ലേ. ഡിഡ് വി ആണ് കേട്ടോ. ഡിഡ് വി ആണ്. നൺ ഓഫ് us ന്യൂ ഫാസ്റ്റ് ഫോമിലുള്ള ഒരു സെന്റൻസ് ആണ്. നോ, ന്യൂ, നോ അങ്ങനെയല്ലേ വരിക. അപ്പൊ ഡിഡ് വി. ഓപ്പൺ ദി വിൻഡോ. ക്വസ്റ്റ്യൻ ടാഗ്. ഓപ്പൺ ദി വിൻഡോ ഏതാണ്? വിൽ യു. ഓപ്പൺ ദി വിൻഡോ എന്താണ്? വിൽ യു. അടുത്തത് choose the correct option. By the end of next month, my grandmother dash in the same house for more than 60 years. അല്ലെ 60 വർഷമായി അല്ലെ. 60 വർഷമായിട്ട് എന്താണ്? by the end of next month, my grandmother dash in the same house for more than 60 years. will have been living അല്ലെ. will have been living. അടുത്തത് I like your watch. how long dash it. I like your watch. how long എന്താണ്? have you had. I like your watch. how long have you had. okay യൂസ് എന്തായിരിക്കണം? പ്രസന്റ് പെർഫെക്റ്റിലുള്ള ടെൻസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. പ്രസന്റ് പെർഫെക്റ്റ് കേട്ടോ. പ്രസന്റ്. അടുത്തത് യൂസ് കറക്റ്റ് പ്രിപ്പോസിഷൻ. ഹൗ മെനി ഓഫ് us can adapt dash changed circumstances. adapt to ആണ് കേട്ടോ. how many of us can
adapt to changed circumstances. The office will remain open -5 in the evening. The office will remain open. അല്ലേ ഓപ്പൺ ആണ്. ഇനി ഓപ്പൺ ചെയ്യില്ലേ, റിമെയിൻ ഓപ്പൺ എപ്പോഴാ, till 5 in the evening. My father has solved this matter. എന്താണ് ഇവിടെ പാസീവ് വോയിസിലേക്ക് മാറ്റണം അല്ലേ. My father solved അതായത് സോൾവ് ചെയ്ത് കഴിഞ്ഞു, ആ മാറ്റർ സോൾവ് ചെയ്ത് കഴിഞ്ഞു, അതൊരു പാസ്റ്റ് ഫോമിൽ ഉള്ളതാക്കണം. അപ്പൊ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഹാസ് എന്തായി മാറണം, അതൊരു പാസീവ് ഫോമിലേക്ക് മാറിയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ എങ്ങനെ വരിക, ഹാസ് എന്ന് വരുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ പാസീവ് വോയിസ് അല്ലേ, പാസീവ് വോയിസ് എന്താകും ഹാസ് എന്താകും, ഹാസ് ബീൻ ആയിട്ട് മാറണം അല്ലേ. ഹാസ് ബീൻ സോൾവ്ഡ് ബൈ മൈ ഫാദർ എന്ന് ആകണം. ഹാവ് ആകോ, ദിസ് മാറ്റർ എന്ന് പറയുമ്പോൾ ഒരു സിംഗുലർ അല്ലേ, അപ്പൊ ഇവിടെ എങ്ങനെയാ പ്ലൂറൽ വരിക, തെറ്റ്. ഇതിവിടെ പ്രസന്റ് ഫോം ആയില്ലേ, തെറ്റ്. ഹാഡ് വരില്ല. അപ്പൊ ദിസ് മാറ്റർ ഹാസ് ബീൻ സോൾവ്ഡ് ബൈ മൈ ഫാദർ. അടുത്തത്, the stranger said, can you show me the way? Choose the character reporter speech of the director speech given above. The stranger said, can you show me the way? റിപ്പോർട്ട് ചെയ്യണം. എങ്ങനെ പറയും, the stranger സെഡ് ആണ് അല്ലേ, സെഡ് ആണ്, പറഞ്ഞു എന്നാണ് ഇവിടെ വരുന്നത്. അപ്പൊ ക്യാൻ എന്തായിട്ട് മാറണം, എന്തായിട്ട് മാറും, ചെയ്ത് നോക്കൂ. the stranger asked അല്ലേ, സെഡ് വന്നുകൊണ്ട് the stranger asked whether, ക്യാൻ എന്തായി മാറണം, കുഡ് ആയിട്ട് മാറണം. I could show him the way. The stranger asked, സെഡ് എന്നുള്ള ഓപ്ഷൻ ഒക്കെ മാറ്റി ചോദിക്കുകയാണ് അല്ലേ. വെദർ എന്തായി, ബി ഫോം വേണോ, വേണ്ട, അവിടെ സബ്ജക്റ്റ് വരണം. I could show him the way. Next one, choose the correct answer from the given options. Neither the principal nor his colleagues dash given any explanation. നമ്മൾ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചതാണ് അല്ലേ, നോറിന് തൊട്ടുള്ള സെന്റൻസ് ഹിസ് കൊളീജിയസ്. അപ്പൊ എന്താ, ഹാവ് കൊളീജിയസ്, ഒന്നിൽ കൂടുതൽ പേരുണ്ട് അല്ലേ, അപ്പൊ വെർബ് എന്ത് വരണം, പ്ലൂറൽ വെർബ് വരണം. ഇതൊക്കെ എന്താ, ഇതൊക്കെ സിംഗുലർ വെർബുകളാണ് അല്ലേ, അപ്പൊ ഇതാണ് പ്ലൂറൽ വെർബ് ഹാവ്. $100 dash not a lot of money to some people. $100 $100 എന്താണ് വരിക, ഈസ് അല്ലേ, $100. അപ്പൊ ഇവിടെ നമ്മൾക്ക് എന്താണ്, ഇതൊരു സിംഗുലർ ആയിട്ടാണ് വരിക. സബ്ജക്റ്റ് എന്ത് വരും, സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് വരും, അതുകൊണ്ട് സിംഗുലർ വെർബ് കേട്ടോ. നോട്ട് എ ലോട്ട് ഓഫ് മണി ടു സം പീപ്പിൾ. If you work hard, you dash the examination this time. അല്ലേ, ഇത് എത്ര ക്വസ്റ്റ്യൻസ് നമ്മളിത് പഠിച്ചു പോയതാണ് അല്ലേ. ഇഫ് യു വർക്ക് ഹാർഡ് എന്താണ്, യു വിൽ പാസ് ദ എക്സാമിനേഷൻ ദിസ് ടൈം. ഇഫ് യു വർക്ക് ആണ് അല്ലേ, ഇഫ് യു വർക്ക് ഹാർഡ് ആണ്, അതൊരു പ്രസന്റ് അല്ലേ, അതായത് നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നീ എക്സാമിനേഷനിൽ പാസ്സാകും. ഇനി വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വിൽ പാസ്. If you had called me up, I dash him. എന്താണ്, സി ആണല്ലേ, വുഡ് ഹാവ് ഇൻഫോംഡ് അല്ലെ, വുഡ് ഹാവ്, ഹാഡ് അല്ലേ ഇവിടെ വന്നത്, നമ്മൾ പഠിച്ചിട്ടില്ലേ ഇഫ് ക്ലോസില്. ഹാഡ് വന്നു കഴിഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ഫോം ആണ് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് എന്തായിരിക്കണം, വുഡ് ഹാവ് അല്ലേ, വുഡ് ഹാവ് പ്ലസ് V3 ഫോം ആയിരിക്കണം. ഇഫ് ഹി ഹാഡ് കോൾഡ് മീ അപ്പ്, I would have informed him. ഇനി അതേപോലെ ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട്, അതിനെ റീ അറേഞ്ച് ചെയ്യാനായിട്ടാണ് തന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ, സീരിയസ് എന്നൊക്കെ ഓപ്ഷനിലുണ്ട്. ഈസി, എക്സ്പെൻസീവ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഏതാണ് വരിക, ഡി ആണ് വരുന്നത് കേട്ടോ. എന്താണ്, എക്സ്പെൻസീവ്. The simple past form of burn. Burnന്റെ simple past form ആണ് കേട്ടോ. Simple past form എന്താ, burnt ആണ് കേട്ടോ. Burn, burnt. Find out the phrase from the paragraph which means a state of being healthy and happy. Find out the phrase ആണ് കേട്ടോ. Phrase ആണ് a state of being healthy and happy. State of being healthy and happy. Well-being. Use the correct form of the underlined verb. When I went to met ആണ് ഇവിടെ അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. met him, he was not at the office.
കറക്റ്റ് ഫോം ഓഫ് ദി അണ്ടർലൈൻഡ് വെർബ്. മെറ്റിന്റെ എന്താ മീറ്റ് കേട്ടോ. യൂസ് ദി കറക്റ്റ് പങ്ക്ച്വേഷൻ മാർക്ക്. We enjoyed a lot watching the sunset at the famous Marina Beach. ഏതാണ് കറക്റ്റ് പങ്ക്ച്വേഷൻ മാർക്കിലുള്ള മറീന ബീച്ച് എങ്ങനെയാണ്? ഇതാ മറീന, ഇതാണ് സ്പെല്ലിംഗ് കേട്ടോ. MARINABEACH. ഇത് ഫുൾ ക്യാപിറ്റൽ, ഇത് ഇവിടെ ബി ക്യാപിറ്റൽ കണ്ടോ. അപ്പൊ ഇവിടെ ഫസ്റ്റത്തെ മാത്രം കേട്ടോ. മറീന ബീച്ച് പറയുമ്പോൾ ഫസ്റ്റത്തെ എം മാത്രം ക്യാപിറ്റൽ, ബാക്കി എല്ലാം സ്മോൾ ലെറ്റർ. Fill it suitably. One of my friends dash working in New Zealand now. One of my friends. ഇന്നലെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. One of my friends is working. One of കണ്ടോ. One of two my friends. അത് two of my friends ആകുമ്പോൾ അത് എന്താകും? പ്ലൂറൽ ഫോമിലേക്ക് മാറും. Complete it suitably. Subhash is a cool boy. അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് അല്ലേ. തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആക്കണം. ടാഗ് പോസിറ്റീവ് ടാഗ് ഒക്കെ ഒഴിവാക്കൂ. ഈസിന്റെ ഹി. ഇഫ് ഇറ്റ് റെയിൻസ് ഐ ഡാഷ് മൈ അംബർല. അതൊക്കെ പ്രീവിയസ് നമ്മൾ പഠിച്ചതാണ്. ഇഫ് ഇറ്റ് റെയിൻസ് പ്രസന്റ് ഫോം ആണ്, അപ്പൊ വിൽ യൂസ്. ഐ വിൽ യൂസ് ബൈ അംബർല. ഇതൊക്കെ പാസ്റ്റ് ഫോമിലുള്ളതല്ലേ. Father said to his daughter, you are the apple of my eyes. ഇതൊക്കെ ഫുൾ മാർക്ക് വാങ്ങിക്കും. ഇതൊക്കെ നിങ്ങൾ നമ്മുടെ ചാനലിൽ പോയിട്ട് ഒന്ന് കയറി കാണൂ കേട്ടോ. ഒരു വീഡിയോ ഇടുമ്പോൾ അത് മാത്രം നോക്കിയിട്ട് പോവാതെ അതിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് എന്തൊക്കെ യൂസ്ഫുൾ ഇതെന്ന്, നമുക്ക് എന്തൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്ത് പിഴിഞ്ഞെടുക്കാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ 2022, 23, 24 ഒക്കെ ഇംഗ്ലീഷ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ തന്നെ നമ്മൾ 40 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 40 ക്വസ്റ്റ്യൻ്റെ ഏകദേശം 30 ക്വസ്റ്റ്യനോളം നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ പഠിച്ച അതേത്, അതാണ് ഞാൻ പറയുന്നത്. പിന്നെ ബാക്കി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, അതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ആ മോഡൽ പഠിച്ചു വന്ന ആൾക്കാരല്ലേ നമ്മളൊക്കെ. അപ്പൊ അത് ചെയ്യാനും കഴിയും. നന്നായിട്ട് ഇംഗ്ലീഷിൽ മാർക്ക് സ്കോർ ചെയ്യാം. ആപ്പിൾ ഓഫ് മൈ ഐസ് എന്താ? ഫേവറിറ്റ് കേട്ടോ. ഫേവറിറ്റ് ആണ്. കണ്ണിലുണ്ണി എന്ന് പറയില്ലേ നമ്മൾ ആപ്പിൾ ഓഫ് മൈ ഐസ് പറയുമ്പോൾ. ഐ വിസിറ്റഡ് താജ്മഹൽ റീസെന്റ്. യൂസ് എ ഫ്രേസൽ വെർബ്. വിസിറ്റഡ് കോൾഡ് അറ്റ് കേട്ടോ. നമ്മൾ ഒരു പ്ലേസിനെ കാണിക്കുന്ന സമയത്ത് ഫ്രേസൽ വെർബ് ഏതാണ്? കോൾഡ് അറ്റ്. ചൂസ് ദി കറക്റ്റ് സിനോണിയം ഫോർ ദി ഗിവൺ വേർഡ്. വയേർഡ് സിനോണിയം സ്ട്രേഞ്ച് ആണ് കേട്ടോ. വയേർഡിന്റെ സിനോണിയം എന്താണ്? സ്ട്രേഞ്ച്. Fill in with the correct phrasal verb. When my younger son told me he was bored, I told him that he should dash some sort of sport. Correct phrasal verb ആണ്. When my younger son told me he was bored. പറഞ്ഞു അല്ലേ, ബോറായിരുന്നു എന്ന് പറയുന്നത്. I told him that he should dash some sort of sport. Answer C ആണ്. Go in 4. Select the option that corrects the error in the given sentences. The entrepreneur's venture was a phenomenal success. Select the option that corrects the error in the given sentences. ഏതാണ്? ഫിനോമിനൽ ആണ് അല്ലേ. ഏതാണ്? ഫിനോമിനൽ. Select the option that can be used as a one word for the given group of words lasting for a very short time. One word ആണ്. One word substitute വരുന്നതാണ്. lasting for a very short time എന്താണ്? ephemeral അല്ലേ. എന്താണ്? ephemeral. അടുത്തത് parts of the sentences are given below in a jumbled order. അതായത് റീഅറേഞ്ച്ഡ് തന്നിട്ടാണ് സെന്റൻസ് തന്നിരിക്കുന്നത്. അതിനെ കറക്റ്റ് മീനിങ്ഫുൾ സെന്റൻസ് ആക്കിയിട്ട് ഓർഡർ ആക്കിയിട്ട് മാറ്റണം. അപ്പൊ ഫസ്റ്റത്തെ എന്ത് വരണം? 2 എന്ന ഓപ്ഷൻ വരണം. They were driving. നമുക്കിത് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. കാരണം അവർ അതായിരിക്കണം സബ്ജക്റ്റ് ആയിട്ട് വരേണ്ടത് അല്ലേ. ഫസ്റ്റ് നമ്മൾ എപ്പോഴും ഒരു സെന്റൻസ് പറയുമ്പോൾ സബ്ജക്റ്റിൽ തുടങ്ങും അല്ലേ. സബ്ജക്റ്റിൽ തുടങ്ങും. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് പറയുമ്പോൾ അവരല്ലേ. 2 എന്ന ഓപ്ഷൻ വരുന്ന ആകെ ഒരൊറ്റ ഓപ്ഷൻ തന്നെയല്ലേ ഉള്ളൂ ഇതില്. അപ്പൊ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും കേട്ടോ. They were driving to the beach
when they saw a beautiful rainbow stretching across the sky. Pick out this passive form of the given sentences. Nobody can predict the future. Passive ഫോമിലേക്ക് മാറ്റൂ. ആർക്കെങ്കിലും predict ചെയ്യാൻ പറ്റുമോ future? Passive ഫോമിലേക്ക് മാറ്റണം. The future can't be predicted. There is no point in dash the things that you have already lost. There is no point in dash the things that you have already lost. B ആണ് fretting over. എന്താണ് fretting over? അടുത്തത് fill in with the appropriate tense form. Correct tense form ഉപയോഗിച്ചിട്ട് പറയൂ. She dash a lovely meal which she dash to us in a short while. He has cooked അല്ലേ? He has cooked a lovely meal which she will serve. എന്താണ്? Will serve to us in a short while. Change the given sentences into reporter speeches. തന്നിരിക്കുന്ന സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. The minister said, it gives me immense pleasure to be here this evening. The minister said. Minister പറഞ്ഞു കഴിഞ്ഞു. Past form ആണ്. അപ്പോൾ gives എന്താകണം? അത് past ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. The minister said that. gives എന്തായി? gave ആയി അല്ലേ? gave past ഫോമിലേക്ക് മാറി. അപ്പോൾ ഇവിടെയൊക്കെ gives ആണ്. കണ്ടോ? gives ആണ്. അത് തെറ്റാണ്. ഇവിടെ gives എന്നുള്ള വാക്കേ ഇല്ല അല്ലേ? അപ്പോൾ അതിന് പ്ലസ് എന്ന് മാറ്റി അത് തെറ്റാണ്. പിന്നെ the minister had said എന്നൊക്കെ പറയുമോ? അങ്ങനെയൊന്നും പറയില്ല അല്ലേ? അതൊക്കെ തെറ്റാ. അടുത്തത് filling with the correct preposition. B ആണ് കേട്ടോ. The trip to Switzerland was an expensive one. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് 40ഓളം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു? പ്രാക്ടീസ് ചെയ്തു. നന്നായിട്ട് പഠിച്ചു വെക്കുക. ആ സിനോണിയം എൻഡോണിയംസ് ഒക്കെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് ഒപ്പം വരണം കേട്ടോ. ഒരു ചെറിയൊരു കുഞ്ഞു നോട്ട് ബുക്ക് എടുത്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഹെഡിങ് കൊടുത്ത ശേഷം ആ സിനോണിയംസും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ എഴുതി വെക്കുക. അതൊക്കെ എന്നിട്ട് എടുത്തിട്ട് റിപ്പീറ്റേഷൻ ചെയ്യുക. അടുത്ത എക്സാമിന് നോക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത് മാർക്കാക്കിയിട്ട് മാറ്റുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.